ധാരാളം ആലിമീങ്ങൾ വഫാത്തായ മാസമാണ് ദുൽഹിജ്ജ് മാസം. ദുൽഹജ്ജ് മാസം നേരത്തെ ഇവിടെ പറഞ്ഞ ഖാദിരിയ തുരീഖത്തിൻ്റെ 4-5 ശൈഖുമാർ ഉൾപ്പെടെ ഉമറുൽ ഖാദിരി കോഴിക്കോട് ജില്ലയിലാണ് മറുപടി കിടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയുണ്ട് യൂസുഫുൽ ഖാദിരി റളിയല്ലാഹു അൻഹു, പഴിമാന കുന്നംകുളത്താണ് അവരുടെ നമുക്ക് പറയുന്നത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ വഫാത്തായ മാസമാണ്. ഇ.കെ. മുഹമ്മദ് ദാരിമി, അവർ ഖാദിരിയ തുരീഖത്തിൻ്റെ ആളാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് മശൈഖന്മാർ, ബാഫഖി തങ്ങൾ ഉൾപ്പെടെ ധാരാളം ആലിം, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഉൾപ്പെടെ ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ ധാരാളം മശൈഖന്മാർ വഫാത്തായ മാസമാണ് ദുൽഹജ്ജ് മാസം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദിക്റുൽ അംബിയാഇ, അംബിയാക്കളെ സ്മരിക്കൽ ഇബാദത്തുൻ, അത് ആരാധനയാണ്. വദിക്റുസ് സ്വാലിഹീന കഫാറ, ഔലിയാക്കളെയും മഹത്തുക്കളെയും സ്മരിക്കൽ ദോഷം പൊറുക്കാൻ കാരണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്ന് പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസം അയ്യാമു തശ്രീഖ് കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ നിൽക്കുന്നത്. ദുആഇന് ഉത്തരമുള്ള സമയമാണ്. ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ മുമ്പ് ഇൻഷാ അല്ലാഹ് സിക്റിലേക്ക് പ്രവേശിക്കുകയാണ്. സിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹുവിന് വേണ്ടിയാണ് സിക്ർ ചൊല്ലുന്നത്, അള്ളാഹുവിന് വേണ്ടിയാണ് ചൊല്ലുന്നതെന്ന ചിന്ത വേണം. മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ ആണ് പെണ്ണുകൾക്ക് സിക്ർ ചൊല്ലുന്നവർക്ക് വലിയ മഹത്വമാണ്. സിക്ർ ചെല്ലാം എന്നതിൻ്റെ ഉദ്ദേശം തന്നെ അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ്. അള്ളാഹുവിനെ സ്മരിച്ചാൽ എന്താണ് നമുക്ക് കിട്ടുക? 4 നേട്ടങ്ങളാണ് കിട്ടുക. നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാകും. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാകും. പിന്നെ എന്തുണ്ടാകും? നമുക്ക് മക്കളുണ്ടാകും, നല്ല മക്കളുണ്ടാകും, ഉള്ള മക്കൾ നന്നായി കിട്ടുകയും ചെയ്യും. 2 പ്രധാനപ്പെട്ട നേട്ടമാണിത്. പിന്നെന്താണ് കിട്ടുക? ദുനിയാവിൽ ഐശ്വര്യമുണ്ടാകും, സാമ്പത്തികമായ ക്ലേശങ്ങൾ ഇല്ലാതെയായി കിട്ടും. സുബ്ഹാനല്ലാഹ്, ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ സാമ്പത്തികമായ ക്ലേശങ്ങൾ ഇല്ലാതെയായി കിട്ടുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പിന്നെന്താ കിട്ടുക? പിന്നെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രത്യേകമാകുന്ന ശുപാർശ നമുക്ക് വേണ്ടി ഉണ്ടാകും. 3 ദുനിയാവിൻ്റെ കാര്യവും 1 ആഖിറത്തിൻ്റെ കാര്യവും. ആഖിറത്തിൻ്റെ കാര്യം എല്ലാ വിഷയത്തിനും കൂടെ പരിഗണിച്ച് ഒന്നാണ്. ദുനിയാവിൻ്റെ 3 സെപ്പറേറ്റ് ഉള്ളതാണ്. അങ്ങനെ ദിക്ർ ചൊല്ലിയാൽ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന നേട്ടമാണ്. ഇസ്തിഗ്ഫാർ ആരാണ് ചൊല്ലേണ്ടത്? എല്ലാവരും ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഒരു തെറ്റും അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുപ്പത്തിലോ വലുപ്പത്തിലോ ചെറുതോ വലുതോ അതേ ചെറിയ രൂപത്തിൽ പോലും സംഭവിക്കാത്ത മഅസൂമായ തെറ്റിൽ നിന്ന് സുരക്ഷിതരായ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഡെയിലി 100 ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു എന്ന് പരിശുദ്ധ ഹദീസിലൂടെ കാണാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തേ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? നബി തങ്ങൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നബി തങ്ങൾക്ക് ചെറിയ തെറ്റ് അബദ്ധത്തിലോ ഉറക്കിലോ മറവിലോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുപ്പത്തിലോ വലുപ്പത്തിലോ എപ്പോഴെങ്കിലും സംഭവിച്ചു എന്ന് സാധ്യതയുണ്ടെങ്കിൽ അവൻ മുസ്ലിമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണമായും തെറ്റിൽ നിന്ന് മുക്തമാണ്. സർവ്വ അമ്പിയാക്കളും മുക്തമാണല്ലോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 ഇസ്തിഗ്ഫാർ ഡെയിലി ചൊല്ലുമായിരുന്നു. വഫാത്താകുന്നതിന്റെ കുറച്ച് മുമ്പേ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുടയുടെ താഴെ ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ 3 കൈകൾക്ക് 3 വെല്ലുകൾക്ക് 3 അടിയാളമല്ലേ ഉണ്ടാവുക. ഈ വെല്ല് കൊണ്ട് തൊട്ട് നോക്കിയപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിരല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുടയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. തൊടുമ്പോഴേക്ക് ഉള്ളിലേക്ക് പോകണമെങ്കിൽ അത്രയും നീര് കെട്ടിട്ടുണ്ട് എന്നല്ലേ അർത്ഥം. ആയിഷ ബീവിയുടെ ചോദ്യം എന്തിനാണ് ഇങ്ങനെ ത്യാഗം ചെയ്യുന്നത്? അങ്ങല്ലേ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ്, അങ്ങല്ലേ എല്ലാവരെയും ശുപാർശ ചെയ്യുന്ന നേതാവ്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ ഹബീബായ തങ്ങൾ പറയുകയാണ്, അഫലാ അകൂന അബ്ദൻ ശകൂറാ, അഫലാ അകൂന അബ്ദൻ ശകൂറാ. മോളെ ആയിഷ, ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകേണ്ടതില്ലേ എന്നാണ്
ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ലോകത്ത് 140 കോടി മുസൽമാന്റെ മാനസ കൊട്ടാരത്തിലെ കിരീടം അണിയാത്ത സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, വിശ്വാസികളെ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇസ്തിഗ്ഫാർ. നന്ദിയുള്ള അടിമയുടെ അടയാളമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അവർ രാപ്പകൽ ഭേദമന്യേ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കും. മുഅ്മിനീങ്ങളുടെ നന്ദിയുള്ളവരുടെ വിശേഷണമായി ഖുർആൻ പറയാണ്. പിന്നെ ചൊല്ലാനുള്ള ദിക്ർ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. മൻ ഖാല ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്നല്ല, പ്രവേശിച്ചു കഴിഞ്ഞു. അത് ഫ്യൂച്ചർ അല്ല, കഴിഞ്ഞുപോയി. എന്തേ അങ്ങനെ പറയാൻ കാരണം? ഇനി അവൾക്കിടയിൽ ഒരൊറ്റ കാരണം മാത്രമുള്ളൂ, മരണം എന്നുള്ളൊരു കാരണം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഓക്കെ ആയി എന്ന് അതിനർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം, ഈമാനോടുകൂടി മരിക്കണം. അതിനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ നിയ്യത്ത് അതാണ്. നമ്മുടെ ഈ മജ്‌ലിസിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് നന്നാക്കണം. നിയ്യത്ത് നന്നാക്കിയാൽ മയ്യത്ത് നന്നാകുമെന്ന് പഴമൊഴിയുണ്ടല്ലോ. അത് നമുക്ക് അർത്ഥാവത്തമായി നമുക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം. ജീവിതത്തിലുടനീളം നിയ്യത്ത് നന്നാക്കിയാൽ വലിയ പ്രതിഫലമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് 12 അക്ഷരമാണ്. ആ 12 അക്ഷരം കൃത്യമായി ചൊല്ലണം. പിന്നെ നമ്മൾ പറയുന്നത് യാ അല്ലാഹ് യാ ഹൂ, അല്ലാഹുവിന്റെ ഇസ്മാണ്. ഇസ്മ കുറേ എണ്ണമുണ്ട് അല്ലാഹുവിന്. 99 പ്രധാനപ്പെട്ട ഇസ്മുകളുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ജലാലത്തിന്റെ ഇസ്മാണ്. എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന അത്യുജ്വലമായ ഇസ്മാണ് യാ അല്ലാഹ് എന്നുള്ളത്. അതാണ് പറയാനുള്ളത്. എല്ലാവർക്കും ചിന്ത അതാണ്. എൻ്റെ ഖൽബിൽ അല്ലാഹ് ആയിരിക്കണം, നിങ്ങളുടെ ഖൽബിൽ അല്ലാഹു ആയിരിക്കണം. അതാണ് നമ്മുടെ ചിന്ത. പിന്നെ പറയുന്നതോ യാ റഹ്മാൻ യാ റഹീം. ഇതൊക്കെ എന്ത് നല്ല ഇസ്മാണ്, മാഷാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞതാണ് റഹ്മാൻ റഹീം എന്നത്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് സർവ്വർക്കും ഗുണം ചെയ്യും. സർവ്വർ, അവിടെ അല്ലാഹുവിന് വ്യത്യാസമില്ല. ദുനിയാവിൽ വഴിപ്പെട്ടവരാകട്ടെ, ദുനിയാവിൽ വഴിപ്പെടാത്തവരാകട്ടെ, നന്മ ചെയ്യുന്നവരാകട്ടെ, നന്മ ചെയ്യാത്തവരാകട്ടെ, വിശ്വാസികളാകട്ടെ, അവിശ്വാസികളാകട്ടെ, ആരായാലും ധിക്കാരികളാകട്ടെ, സ്വാലിഹീങ്ങളാകട്ടെ, സജ്ജനങ്ങളാകട്ടെ, അവിശ്വാസികളാകട്ടെ, ആരാണെങ്കിലും ഈ ദുനിയാവിൽ അവർക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് അല്ലാഹു റഹീം റഹ്മാൻ എന്നുള്ളതിൻ്റെ ഉദ്ദേശം. ഇനി റഹീം, ദുനിയാവിൽ വഴിപ്പെട്ട് കഷ്ടപ്പെട്ട് ആരാധനകൾ നിർവഹിച്ച, അല്ലാഹുവിനെ പേടിച്ച, തഖ്വയോടുകൂടി ജീവിച്ച മുഅ്മിനായ മുസ്ലിമായ മനുഷ്യന്മാരുണ്ടോ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് ആഖിറത്തിൽ ഗുണം ചെയ്യുക എന്നുള്ളതാണ് റഹീം എന്നുള്ളതിൻ്റെ ഉദ്ദേശം. പിന്നെ പറയുന്നത് സ്വലാത്താണ്. സ്വലാത്ത് ചൊല്ലേണ്ട ഡേ ആണല്ലോ വെള്ളിയാഴ്ച എന്നുള്ളത്. ദിവസങ്ങൾ തുടങ്ങി, മഗ്‌രിബോട് കൂടി വെള്ളിയാഴ്ച തുടങ്ങി. നമ്മുടെ ഭാഷയിൽ അതിന് വെള്ളിയാഴ്ച രാവ് എന്ന് നമുക്ക് പറയാം. വെള്ളിയാഴ്ച തുടങ്ങി. അതുകൊണ്ടാണ് ഇന്ന് അസർ വരെ നമ്മൾ തക്ബീർ ചൊല്ലിയിരുന്നു. മഗ്‌രിബായപ്പോൾ തക്ബീർ ഇല്ല. അയ്യാമത്ത് ശരീക്ക് 13 ദിവസമാണ്. അത് 3 ദിവസമാണ് അയ്യാമത്ത് ശരീക്ക്. ദുൽഹജ്ജ് 13 വരെ. ദുൽഹജ്ജ് 13 കഴിഞ്ഞു. മഗ്‌രിബോടുകൂടി ദിവസം കഴിഞ്ഞു. നോമ്പിന് നമ്മൾ ദിക്ർ ചൊല്ലാറുണ്ട്. ആദ്യത്തെ 10 ദിക്ർ ചൊല്ലുന്നത് മാസം കണ്ട സമയത്ത്, അല്ലെങ്കിൽ ശഅബാൻ പൂർത്തിയായ സമയത്ത്. രണ്ടാമത്തെ 10ന്റെ മഗ്‌രിബോട് കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. അടുത്തത് പിന്നെ 20ന്റെ മഗ്‌രിബോട് കൂടിയാണ് തുടങ്ങുന്നത്. പിന്നെയോ 30 പൂർത്തിയാണെങ്കിൽ അടുത്തത് പെരുന്നാളായി, അല്ലെങ്കിൽ 29 ആയാൽ മാസം കണ്ടാൽ പെരുന്നാളായി. അത് മഗ്‌രിബ് മുതലാണ് അവിടെയൊക്കെ തുടക്കം. അറബിയിൽ ദിവസങ്ങളുടെ തുടക്കം മഗ്‌രിബ് മുതലാണ്. ഒഫീഷ്യൽ തുടക്കം സുബ്ഹ് മുതൽ തന്നെയാണെങ്കിലും, എന്നാൽ ചില വിഷയങ്ങളുടെ തുടക്കം, ആരാധനകളുടെ തുടക്കം മഗ്‌രിബ് മുതലാണ്. അതുകൊണ്ടാണ് മഗ്‌രിബ് മുതൽ നമ്മുടെ ദിക്റും കാര്യങ്ങളും മാറുന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ചയാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ, മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ വാഹിദ യൗമൽ ജുമുഅത്ത്, ആരെങ്കിലും വെള്ളിയാഴ്ച രാവിൽ എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരുടെ സ്വലാത്ത് സ്വീകരിക്കാനും അത് പ്രത്യേകം രേഖപ്പെടുത്താനും മലക്കുകളെ അല്ലാഹു തയ്യാർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേക മലക്കുകൾ അല്ലാഹു പഠിച്ചിട്ടുണ്ട്. ആ മലക്കുകളുടെ ഡ്യൂട്ടി വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ്. സ്വലാത്തിന്റെ മജ്‌ലിസാണ്.
സ്വലാത്ത് ചൊല്ലിയാൽ 100 ഗുണമാണ്. സുബ്ഹാനല്ലാഹ്, ഹൃദയം പ്രകാശിക്കുകയാണ്, ഈമാൻ സലാമത്താവുകയാണ്, കടങ്ങൾ വീടുകയാണ്, നിഫാഖിൽ നിന്ന് രക്ഷപ്പെടുകയാണ്, ആഖിറത്തിൽ രക്ഷപ്പെടുകയാണ്, അള്ളാഹുവിൻ്റെ അനുസരണം, അള്ളാഹു പറഞ്ഞത് അനുസരിക്കുകയാണ്. അല്ലാഹ് ചെയ്യുന്നതും കൂടിയുള്ള കർമ്മമാണ് സ്വലാത്ത്. അത് കഴിഞ്ഞാൽ നമ്മുടെ മഹാന്മാർക്ക് നേരത്തെ ഫാത്തിഹ ഓതി, പിന്നെയും ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം, ഹദ്ദാദുൽ ജലീൽ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മജ്ലിസ് ഉള്ളത്. ഈ മജ്ലിസ് അള്ളാഹു പൊരുത്തപ്പെട്ട